അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ താമസിച്ച റൂം. നല്ല സ്റ്റൈലൻ റൂം. ഒന്ന് പറഞ്ഞു കൊടുത്ത്. എന്താ പറയാനാ, റൂമും വലിയ കുഴപ്പമില്ല. ബാച്ചിലേഴ്സിന് പറ്റുന്ന റൂമാണ്. ഫാമിലിക്കൊക്കെ കുറച്ച് ഇതായിരിക്കും. ബാച്ചിലേഴ്സിന് പറ്റും. നമ്മൾ 3 റൂമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 6 പേരുണ്ട്. എല്ലാ 2 പേര് വെച്ചിട്ട് റൂം. ഇതിൽ 2 ബെഡുണ്ട്. മറ്റേ 2 റൂമിലും ഓരോരോ ബെഡുകളാണുള്ളത്. അപ്പോൾ ഇതിൽ 2 ബെഡ്. ഓക്കെ, നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുന്നു. ആക്ച്വലി നമ്മൾ റൂം ആണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു കോട്ടേജ് പോലെ ഒരു സെറ്റപ്പാണ് കിട്ടിയത്. ഒരു റൂം, ഇവിടെ ഹാളും പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഒരെണ്ണമുണ്ട്. ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു റൂം. ബാക്കി ഒരെണ്ണം കോമൺ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ റൂം. ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ അപ്പോൾ 2ാമത്തെ റൂം. ഹായ് ബാബ, 2ാമത്തെ റൂം എങ്ങനെയുണ്ട്? പച്ച കളർ പെയിന്റ് അടിച്ച റൂം. റൂം വലിയ കുഴപ്പമില്ല. മെയിൻ്റെനൻസ് അത്രയ്ക്ക് മെയിൻ്റെനൻസ് ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. ബാത്റൂം ഒക്കെ ഇപ്പോൾ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇനി എന്തെന്നാണ്, ഇനി ഇതേപോലെ തന്നെ ഒരു 3 റൂം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ റൂം. അടിപൊളി. പച്ച, മഞ്ഞ, നീല എല്ലാ കളറും ഉണ്ട്. ഇവിടെ റോസ് കളർ. അപ്പോൾ ഇതാണ് ആ ഹോളിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അത് തന്നെ, ഇവിടെ ലൈറ്റിൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ട്. ഇതുണ്ടോ, ചെറിയ ചെറിയ ലൈറ്റുകൾ കണ്ടോ? കത്തല്ലേ, കത്തുന്നുണ്ടോ? ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്കിതൊരു ബാർ സെറ്റപ്പിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ കളർ കോമ്പിനേഷൻ, അതാണ് ഇതിൻ്റെ അതിനേലും വലിയൊരു സ്പെഷ്യാലിറ്റി. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ട്രിപ്പിൻ്റെ. നമ്മൾ ഗവിയിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ ഇവർ പറയുന്നതായിരിക്കും. ചെല്ലടോ, അടുത്തോട്ടേ അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗവിയാണ് അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം നമ്മുടെ റൂമിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. നല്ല ഇതുവരെ വന്ന റോഡ് നല്ല സൂപ്പർ റോഡാണ്. അങ്ങോട്ടുള്ള റോഡും നല്ല റോഡാണെന്ന് തോന്നുന്നു. നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവിയിൽ പ്രത്യേകിച്ച് പിന്നെ കാണാനൊന്നുമില്ല. നമ്മളവിടെ പോയി ഒരു ചായ കുടിക്കുന്നു, തിരിച്ചു പോരുന്നു. ചായ കുടിക്കണം. അപ്പൊ നമ്മള് ഗവിയിൽ പോയിട്ട് 2-3 സിംഹത്തിനെ കുറച്ച് കടുവകളെയും പിടിക്കുന്നതായിരിക്കും. റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. അപ്പൊ ഇന്ന് മാർക്കോന്റെ ഡോമിനറിലാണ് റൈഡ്. നല്ല അടിപൊളി പിക്കപ്പും നല്ല അടിപൊളി ബ്രേക്കിങ്ങും എല്ലാം ഉള്ള വണ്ടി. സ്റ്റാൻഡിന് മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം സൂപ്പറാണ് വണ്ടി. അപ്പൊ ഇതിലാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത്. യെസ്, നമ്മളപ്പോൾ ഭയങ്കര ആലോചനയിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, സ്വാമി ശരണം, വെൽക്കം ടു പെരിയാർ ടൈഗർ റിസർവ്. ടൈഗർ റിസർവ് ആയതുകൊണ്ടിട്ടും ടൈഗർ ഉള്ളതുകൊണ്ടിട്ടും പ്രൈവറ്റ് എസ്പെഷ്യലി ബൈക്കിന് അപ്പുറത്തേക്ക് കടത്തി വിടത്തില്ല. ഇനി നമുക്ക് പോകണമെങ്കിൽ 1200 പെർ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ സ്വന്തം കാറുണ്ടെങ്കിൽ അതിൽ കയറി പോവാം. അവിടെ ജീപ്പ് കിടക്കുന്നുണ്ടോ? ആ ജീപ്പ് ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1600 ആണ്. ഗവിയിലേക്കല്ല, ഇവിടെയുള്ള ഒരു 3 വ്യൂ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വണ്ടി നമ്മളിവിടെ ഒതുക്കണേണ്. ജീപ്പിലായിരിക്കും നമ്മൾ പോകുന്നത്. അടിപൊളി ദോശയാണ്. നമ്മൾ എന്തായാലും ട്രെക്കിങ്ങിന് പോവാണ്. നമുക്ക് എന്തായാലും എനർജി വേണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ട്രെക്കിങ്ങിന് പോയിട്ട്. അപ്പോൾ ദോശ എത്തിക്കഴിഞ്ഞു. എല്ലാവരും കഴിക്കാനും തുടങ്ങി. മാർക്കോ, ദോശ മാത്രമല്ല, ട്രിപ്പിൾ ഓംലെറ്റും കൂടി ഉണ്ട്. 3 ട്രിപ്പിൾ ഓംലെറ്റ്, 3 ഡബിൾ ഓംലെറ്റ് അത് വരാനുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. യെസ്, ടൈഗർ റിസർവിലാണ്. ടൈഗറിനെ പിടിക്കുന്ന ആളൊക്കെ വന്നിട്ടുണ്ട്. ജീപ്പ് സഫാരി തുടങ്ങാൻ വേണ്ടി പോണാണ് ഇപ്പോൾ. എക്സൈറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം സഫാരി റൈഡ്. സഫാരിയിലേക്ക് എല്ലാ മംഗളാശംസകളും. താങ്ക് യു. അരിക്കൊമ്പൻ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റുന്നതാണ് അവകാശപ്പെടുന്നത്.
ഫസ്റ്റത്തെ വ്യൂ പോയിന്റ്. നോക്കി, നല്ലൊരു സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. ആ വഴിയിൽ നിന്നാണ് നമ്മൾ ജീപ്പ് വഴി കയറിയിട്ട് വന്നത്. ചൂട് നമുക്ക് എന്നാലും ഫീൽ ചെയ്യുന്നില്ല, വെയിലുണ്ടെങ്കിൽ തന്നെ. കാരണം നല്ല വെയിലുണ്ട് കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു ആംബിയൻസ്, ആ സ്കൈയും ആ ഒരു മൗണ്ടനും ഒക്കെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ, സൂപ്പർ വ്യൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം റെഡി ആയിക്കണാണ്. നമ്മളിപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണേ. ഓക്കെ, ഈ പ്ലേസിൻ്റെ പേരാണ് സത്രം. നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഓഫ് റോഡിങ് പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടം വറ്റിക്കിടക്കുന്നു. മൂന്ന് ജീപ്പ് ഇവിടെ ഉണ്ട്, നമ്മളുടെ അടക്കം. കാണാം, ഒരു പട്ടിക്കുട്ടനുണ്ട് അവിടെ. ഇവിടെ പക്ഷേ ആദ്യത്തേൽ പോയതുപോലെ അവിടുത്തെ പോലത്തെ സ്റ്റോളോ അല്ലെങ്കിൽ ഫുഡോ ഡ്രിങ്ക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ മേളിലേക്ക് കാണുന്നത്. അവിടേക്കാണ് നമ്മൾ അടുത്തായി പോകുന്നത്. അപ്പോൾ ഇതുണ്ടോ, ആ സ്കൈയും ആ മൗണ്ടൈൻ്റെ ആ ഒരു ലൈനും ആ ഗ്രീനറിയും, നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ്. നല്ല അടിപൊളി. പശു, ഈ കാണുന്നതാണ് പശു. കഴിക്കാൻ നോക്കണം. മാർക്കൊപ്പത്തല്ലേ, അല്ല 2 സ്റ്റെപ്പ് പുറയിലേക്ക് ഇറങ്ങിക്ക. അവനാള് പശുവാണ്. അവൻ വല്ല കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് നോക്കിയതാണ് പുള്ളി. അവൻ വല്ല ഓടിച്ചിട്ട് കൂത്തും. പിന്നെ കൊമ്പില്ലെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പോയത് അവൻ്റെ അടുത്ത്. പശുക്കൾ മേഞ്ഞ് നടക്കുന്ന ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പൊക്കെ ബുക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അല്ല, പശുവിന് പുല്ല് പറിക്കുന്ന മാർക്കോനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ, ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പശുവിന് പുല്ല് കൊടുക്കാൻ സാധിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊടുക്കും മാർക്കോ. ആണോ, നമ്മളിതാ തിരിച്ച് നമ്മളുടെ ജീപ്പിലേക്ക് പോകണേന്. അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ജീപ്പൊന്നും കിട്ടും, മേളിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ജീപ്പിലേക്ക് കയറണേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഡോഗിനെ പുഞ്ചിക്കണം. പ്രകൃതിയുമായി ഇണങ്ങി നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഇതാണ് പട്ടി ഷോ. പക്ഷെ അവൻ പാവം അല്ല. മിസ്റ്റർ ജിമ്മിക്കുട്ട, ഇതാണ് നമ്മുടെ ജിമ്മിക്കുട്ടൻ. ഒന്നും കൊണ്ടതില്ലല്ലേ കഴിക്കാൻ? ജിമ്മിക്കുട്ട് എടാ, ഞങ്ങൾ പോ എടാ. ഇത് അഭിനയമല്ല, ഇത് ഞങ്ങളുടെ അഭിനയമല്ല, ഇതാണ് ഇവിടെ അവസ്ഥ. നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല റോഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണോ, എല്ലാവരും ഉള്ളിലിരുന്ന് എൻജോയ് ചെയ്യണം. മാർക്കോ ആണോ, അപ്പൊ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് മേളിലേക്ക് പോകണം. വീടൊക്കെ ഉണ്ട് കേട്ടോ, ആ സൈഡിൽ കണ്ടോ വീടൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഓഫ് റോഡല്ല പോകുന്നത്, ഇപ്പം നമ്മൾ നല്ല റോഡിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് അധികം ചെറുക്കും കാര്യങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ പാട്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. ഹലോ, വളരെ അടിപൊളി ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിത് കണ്ടോ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കിൽ ആ ഒരു വ്യൂ ഉണ്ടോ, സൂപ്പർ വ്യൂ, സൂപ്പർ ആണോ, അടിപൊളി.